വിജയിച്ച നെതന്യാഹുവിന്റെ തോളിൽ കയറിയിട്ടല്ല, പരാജയപ്പെട്ട ഗസ, ഹിജറയില്ലാത്ത ഗസ, പലായനമില്ലാത്ത ഗസ, ഹിജറയില്ലാത്ത ഗസയാണ്. എല്ലായിടത്തും ഹിജറയുണ്ട്, പക്ഷെ ഗസക്ക് ഹിജറയില്ല, പാലായനമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രയേലിന്റെ അമേരിക്കയുടെ ജാരസന്ധമായ ഇസ്രയേൽ ജൂദായിസത്തിന് ട്രിപ്പിൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് കീശയിൽ വെച്ച് അപ്പുറത്തൊരു പടക്കം പൊട്ടിയാൽ UK-യിലേക്കും ലോസ് ആഞ്ചലസിലേക്കും ഓടിപ്പായുന്ന ജൂതന്മാരുടെ മുമ്പിൽ ഹിജ്റയില്ലാത്ത, പാലായനമില്ലാത്ത 8 കിലോമീറ്റർ നീളമുള്ള ഗസക്കുള്ളിൽ ഒരു കല്ലും കവടയുമായിട്ട് നിൽക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട പോരാളികളുണ്ട്. അവർക്ക് പലായനമില്ല, അവർക്ക് ഡബിൾ പാസ്പോർട്ട് ഇല്ല, അവർ തിരിഞ്ഞോടുന്നവരല്ല. ആയുധത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ച് ഇന്തിഫാദയിലൂടെ നിൽക്കുന്ന ഫലസ്തീനികളെ നിങ്ങൾക്ക് കഴുത്തറക്കാം, നിങ്ങൾക്ക് കല്ലെറിയാം, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തെറിയാം. പക്ഷേ ഏരിയൽ ഷെറോണിനെ കാത്തിരുന്നത്, കംബോഡിയയിൽ മനുഷ്യന്റെ കഴുത്തറത്ത് സിംഹാസനം പടുത പോൾ പോട്ടിനെ കാത്തെടുത്തത്, ഈ ജൂദായിസത്തിന്റെ മുകളിൽ നിന്ന് ചരിത്രത്തിലെ ഏകാധിപതിയായ ഹിറ്റ്ലറിനെ കാത്തെടുത്തത്, അവസാനം അഡോൾഫ് ഹിറ്റ്ലർ ഏകാധിപതിയായി വീഴുമ്പോഴും 1947 ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് മുമ്പിൽ ഒരു വളർത്തു പട്ടി മാത്രമാണുള്ളതെങ്കിൽ നെതന്യാഹുവിന് ഒരു വളർത്തുപട്ടിയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ അവസരമുണ്ടാവില്ല. വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ പുറകിൽ ഒരു പരാജയമുണ്ട്. ആ പരാജയം ആത്യന്തിക പരാജയമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത യുദ്ധം നടത്താൻ അവസരം കിട്ടിയത് എന്റെ ഹബീബായ നബി തങ്ങൾക്കാണ്. കഅബാലയത്തിന് മുമ്പിൽ തലകുനിച്ച് വെട്ടിയെടുത്തോളൂ എന്ന് പറയുമ്പോ എനിക്ക് വിജയിക്കേണ്ടത് ഈ വിട്ടുവീഴ്ചയിലൂടെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിനോട് നന്മ പ്രവർത്തിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ ചരിത്രം, എല്ലാവർക്കും ഈ ചരിത്രം അറിയാം. പക്ഷേ അവരതിനെതിരെ കണ്ണടക്കിയാണ്. ധൃതരാഷ്ട്രരെ പോലെ മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, ധൃതരാഷ്ട്ര അന്ധനാണ്. അവസാനം അയാൾ മരിക്കാൻ നേരത്ത് അയാൾ ഭാര്യ ഗാന്ധാരിയോട് പറയുന്നുണ്ട്, ഗാന്ധാരി, എന്നെ നീ കല്യാണം കഴിക്കുമ്പോ ഞാൻ അന്ധനാന്ന് നിനക്കറിയില്ല, എനിക്ക് എന്റെ ഭർത്താവ് കാണാത്തതൊക്കെ കാണണ്ടെന്ന് പറഞ്ഞ് നീ തുണി കൊണ്ട് കണ്ണു മൂടി കെട്ടി, അപ്പോൾ എനിക്ക് നിന്നെ വിലക്കാമായിരുന്നു, നീ മൂടിക്കെട്ടണ്ട, നിനക്ക് ദൈവം തന്ന കണ്ണ് തുറന്നോളൂ എന്ന് എനിക്ക് പറയാമായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. എന്റെ കണ്ണ് കാണാൻ പറ്റാത്ത വൈകല്യത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ ഞാൻ കൊന്നൊടുക്കി, ധാരാളം അധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം. ധൃതരാഷ്ട്ര പറയുന്നുണ്ട്, അദ്ദേഹം അന്ധനാണ്. അന്ധനാകുന്ന ഒരു കഥയുണ്ട്, അതൊക്കെ നമുക്ക് ഇപ്പൊ സംസാരിക്കാനുള്ള അംബികയും അംബാലികയും ചേർന്നിട്ടുള്ളൊരു കഥയാണ്. ധൃതരാഷ്ട്ര പറയുന്ന ഒന്നുണ്ട്, ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി. അങ്ങനെ കുറെ ധൃതരാഷ്ട്രന്മാര് നമ്മുടെ ഇടയിൽ മഞ്ഞയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞു നടക്കുന്നുണ്ട്. മഞ്ഞയാവാം, പല വർണ്ണങ്ങളാവാം. അന്ധനായി പോയതിന്റെ പേരിൽ ഞാനൊന്നും ചെയ്തിട്ടല്ല, നമ്മളാരും ചെയ്തിട്ടല്ല അവര് വിദ്യാഭ്യാസത്തിൽ പുറകിൽ പോയത്, നമ്മളാരും ചെയ്തിട്ടല്ല അവര് പുറകോട്ട് പോയത്. സ്വയം കൃതാനർത്ഥം കാരണത്താൽ നഷ്ടപ്പെട്ടു പോയത് മറ്റൊരുത്തിന് കിട്ടുമ്പോഴുണ്ടാകുന്ന അസൂയയുള്ള ധൃതരാഷ്ട്രന്മാരുണ്ട് ഇവിടെ. ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി. സത്യം അതാണെന്നറിയാം, ജ്ഞാനമേ ധർമ്മ, ധർമ്മം അതാണെന്നറിയാം, പക്ഷെ നിജമേ പ്രവൃത്തി, അത് പ്രവർത്തിക്കാൻ പറ്റണില്ല. ജ്ഞാനമേ അധർമ്മ, അത് അധർമ്മമാണെന്നറിയാം, പറയുന്നത് തെറ്റാണെന്നറിയാം, പക്ഷെ നിജമേ നിവർത്തി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചില കെട്ടുകളുണ്ട്. ധർമ്മമാണെന്നറിയാം, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അധർമ്മമാണെന്നറിയാം, മാറി നിൽക്കാൻ കഴിയുന്നില്ല. അധർമ്മങ്ങളെ പ്രവർത്തിക്കുകയും സ്വയം കണ്ണുകെട്ടി അവനവന്റെ അന്ധതയുടെ കാരണം മറ്റൊരാളാണെന്ന് കരുതി ലോകത്തോട് വൈരാഗ്യം തീർക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയവരുടെ മുമ്പിൽ പോലും ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കില്ലെന്ന് പറഞ്ഞ് കാലത്തിന് മേൽ ആഗ്രഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ നെതന്യാഹുവിനെ കാത്തു നിൽക്കുന്നത് പോൾ പോട്ടിന്റെ, റുഷ്ചേവിന്റെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ലോകത്തിന്റെ ഗതിയാണ്. പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല. ആ പ്രവാചകനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പ്രവാചകനെതിരെ വൃദ്ധന്മാരുടെ പ്രക്ഷോഭം ഉണ്ടായില്ല, ആ പ്രവാചകനെതിരെ യുവാക്കളുടെ പ്രതിഷേധമുണ്ടായില്ല. നേപ്പാളിലെ സർക്കാരിനെ താഴെയിറക്കിയത് ജൻസി പ്രക്ഷോഭമാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ
ഫേസ്ബുക്ക് വിലക്കിയപ്പോ, ഇൻസ്റ്റാഗ്രാം വിലക്കിയപ്പോ നേപ്പാളിലെ യുവാക്കൾ തെരുവിലിറങ്ങി, പ്രധാനമന്ത്രി നാട് വിട്ടോടി, സർക്കാർ തടയപ്പെട്ടു. അവര് തന്നെ അധികാരത്തിലെത്തിയ സർക്കാർ അവരവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾ മുഴുവൻ നേതാവിനെ കൈയടിക്കുന്ന ഒരു കാലത്താണ്. ആ കാലഘട്ടത്തിലെ ജൻസി തലമുറയുടെ നേതാവ്, ഇന്നത്തെ ജൻസി ഏതാണോ ആ ജൻസിയുടെ നേതാവാണ് മഹാനായ ഖുബൈബ് ഇബ്നു അദി. എന്റെ നേതാവിന് എന്തെങ്കിലും പറ്റിയാൽ അതിനേക്കാൾ നല്ലത് കഴുമരമാണെന്ന് പറഞ്ഞു സ്വയം കഴുമരത്തിലേക്ക് നടന്നുപോയ ഒരു ജൻസി തലമുറ. കൈസറിന്റെ കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആ ഭക്ഷണം താഴെ വീണപ്പോൾ താഴെ ഇരുന്ന് വീണ ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിക്കുമ്പോ നീ എത്ര വലിയ ദരിദ്രനാണ് എന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ, പ്രവാചകന്റെ മുമ്പിൽ ഒരു ജൻസി തലമുറ ഉണ്ടായിരുന്നു. ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എന്റെ നേതാവിനെ ഞാൻ കൈയൊടിയാനോ എന്ന് ചോദിച്ച ആ ജൻസി തലമുറ ആമിറും ഖുബൈബ് ഇബ്നു അദിയും സയ്യിദ് ഇബ്നു ഹാരിസും സഅദ് ഇബ്നു അബീ വഖാസും ബിലാൽ ഇബ്നു റബാഹും നമ്മുടെ വഴികാട്ടികളാവണം. യുദ്ധങ്ങള് ധാരാളം കടന്നുപോയിട്ടുണ്ട് ലോകത്ത്. ഫലസ്തീൻ എന്ന ഒരു കൊച്ചു രാജ്യത്തിൽ അധിനിവേശത്തിന് അസുര സർപ്പമായി ആളിപ്പടരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ ബെഞ്ചമിൻ നെതന്യാഹു. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഇനി ഒരു നാട്, ഗസ എന്ന് പറയുന്ന ഒരു നാട് ഉണ്ടാവില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീമ്പളക്കൽ. ആയിരിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള ഒരു നഗരമുണ്ട് ഗസ. ആ ഗസയെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയാം, സയനിസ്റ്റുകൾക്ക് കഴിയാം, ജൂതലോബികൾക്ക് കഴിയാം. പക്ഷെ ചരിത്രം പറയുന്ന ഒരു സത്യമുണ്ട്. ഒരു വിജയത്തിന്റെയും അവസാനം നിത്യമായ വിജയമല്ല. ഒരു യുദ്ധത്തിന്റെയും അവസാനത്തെ കഥ എന്ന് പറയുന്നത് വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അതിന് പുറകിലൊന്നുണ്ട്. ആർഷഭാരതത്തിലെ വലിയൊരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ആ മഹാഭാരതത്തിന് അവസാനം ഒരു കാണ്ഡമുണ്ട്, മൗസല പുരാണം എന്നതിന് പറയാം. 200 ശ്ലോകങ്ങളാണ്. മഹാഭാരതത്തെ സംബന്ധിച്ചോളം ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ സംബന്ധിച്ചോളം അവസാനത്തെ ക്ലൈമാക്സ് പറയുന്ന മൗസല പുരാണം 200 ശ്ലോകങ്ങളാണ്. അതൊന്നുമല്ല. ആ 200 ശ്ലോകം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ചത് മഹാഭാരത യുദ്ധമുണ്ടായി, കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. പക്ഷെ അതിനപ്പുറം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. എല്ലാം ജയിച്ചടക്കിയതിന് ശേഷം എല്ലാ യുദ്ധത്തിനും അപ്പുറം ഏതാണ്ട് 40 ലക്ഷം ആളുകൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു. അത് പറയുന്ന പേര് 18 അക്ഷയണീന്ന് കണ്ടാണ്. എന്ന് പറഞ്ഞാൽ 40 ലക്ഷം പേരാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്. യുദ്ധത്തിന്റെ ചരിത്രം കൂടെ ഒന്നറിയണം. അന്ന് ഇന്ത്യയിൽ അത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച. അതിൽ പങ്കെടുത്ത് ഏറ്റവും അവസാനം ശേഷിച്ചത് പാണ്ഡവർ 5 പേർ, കൗരവരിൽ നിന്ന് 3 പേർ, പിന്നെ ശ്വാലൻ, പിന്നെ ഒരാൾ കൂടി. ആകെ 10 പേരാണ്. 40 ലക്ഷം പേര് യുദ്ധം ചെയ്തിട്ട് അവസാനം ബാക്കിയുണ്ടായത് 10 പേരാണ്. കൗരവർ 3 പേര്, അശ്വത്ഥമാവ്, കൃപര്, കൃപാർത്തര് 3 പേര്. പാണ്ഡവർ 5 പേർ. പാണ്ഡവര് ജയിച്ചു. യുദ്ധത്തിന്റെ 18-ാം ദിവസം 19-ാമത്തെ ദിവസം പരാജയപ്പെട്ട 3 പേർ. വിജയിച്ച പാണ്ഡവര് കടന്നുറങ്ങിയ കൊട്ടാരത്തിന് തീ കൊളുത്തി പാതിരാത്രി. അതിൽ കിടന്ന ആളുകൾ വെന്തു മരിച്ചു. അവസാനം ഞാനിത് പറയുന്നത് വിജയത്തിനു വേണ്ടി മഹാഭാരതം തന്നെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്യായ സംഭവാമി യുഗ യുഗ എന്നാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ തഥാചാരം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്യായ സംഭവാമി യുഗേ യുഗേ. പ്രവാചക കാലത്തെ സമയം കുറവാണ്. യുദ്ധത്തെ പരിചയപ്പെടുത്തുന്നവർ, ബദറിനെ പറയുന്നവർ, ഉഹദിനെ പറയുന്നവർ. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് യുദ്ധം എന്നാണ്. പക്ഷെ ധർമ്മം സംസ്ഥാപിക്കാനുള്ള യുദ്ധത്തിന്റെ ഇടയിൽ വിജയിക്കാൻ അധർമ്മം ഉണ്ടായിട്ടുണ്ട്. തേരിന്റെ തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കർണനെയാണ് പുറകിൽ നിന്ന് അമ്പെയ്ത് കൊന്നത്.
ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യാതാക്കിയിട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത്. യുദ്ധതന്ത്രത്തിന് എതിരായി തുടക്കടിച്ചിട്ടാണ് ദുര്യോധനെ കൊല്ലുന്നത്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദ്രോണരെ അസ്ത്രബദ്ധനായി നിർത്തി കഴുത്തറക്കുന്നത്. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, പുള്ളി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യത്താൽ അന്ധനായ ദ്രോണം തളരും. പക്ഷെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിട്ടില്ല. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞാലേ വിശ്വസിക്കൂ. കാരണം അന്നത്തെ ഹദാമിയാണ് യുധിഷ്ഠിരൻ. ഇതാ കാലത്ത് ഹദാമി സദ്യക്കുക എന്ന് പറഞ്ഞ പോലെ യുധിഷ്ഠിരൻ അസത്യം പറയില്ല. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞു എന്നാണ്, അശ്വത്ഥാമ വന്ന ആനയെ കൊന്നു, എന്നിട്ട് വിളിച്ചു വന്ന് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. സത്യമാണ്. അടുത്തത് കുഞ്ചര. അശ്വത്ഥാമാവ് എന്ന ആന അത് പതുക്കെ പറഞ്ഞു. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. കുഞ്ചര അത് ആനയാണ് എന്നത് പതുക്കെ പറയുകയും അസത്യത്തെ ഉറക്കെ പറയുകയും ചെയ്തു. ഇന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്. അസത്യം ഉറക്കെ പറയുക, സത്യത്തെ പയ്യെ പറയില്ലെന്ന് മാത്രമല്ല, പറയുക പോലും ഇല്ല. ഇവിടെ പാടില്ല ഉറുമ്പിന് പോലും പീഡ. കരുണാകര, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറഞ്ഞ ഗുരുവിന്റെ പേരിലാണ് അസംബന്ധങ്ങളും അസത്യങ്ങളും പറയാം. കേരളമെങ്ങാനും ഒരു മുസ്ലിം ഭൂരിപക്ഷമായാൽ ഭരണം പിടിച്ചെടുക്കപ്പെട്ടാൽ എന്താ ചെയ്യാ? ഒന്നുമില്ല. നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ, ശ്രീകൃഷ്ണ ജയന്തിക്ക്, ഇന്ന് നബിദിനത്തിന് ബാധകമായിട്ടാണല്ലോ, നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്കും അവധി വേണമെന്ന ആപ്ലിക്കേഷൻ വന്നപ്പോ, എന്നാൽ ശ്രീകൃഷ്ണൻ ജയിച്ച ദിവസം അവധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് EK നയനാർ എന്നല്ല, K കരുണാകരൻ എന്നല്ല, EMS തങ്കൂരിപ്പാട് എന്നല്ല, ഈ തൊപ്പി വെച്ച നല്ല താടിയുള്ള CH മുഹമ്മദ് കോയ എന്നാണ് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര്. EMS അല്ല, അന്നൊന്നും അതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം മനുഷ്യനായി കാണാൻ കഴിയുന്ന മഹിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മുസ്ലിം. അവിടെ മനുഷ്യനേ ഉള്ളൂ. അധർമ്മത്താൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവസാനം വിജയിച്ച് കീഴടക്കി പരാജിതൻ വീടിന് തീ കൊളുത്തി. പാണ്ഡവരിൽപ്പെട്ടവർ അവസാനം വെന്തുരുകിപ്പോയി. ഗസയെ പോലെ മരുന്ന് തടഞ്ഞ്, ഭക്ഷണം തടഞ്ഞ് നിസ്സഹായാവസ്ഥയിലായി. ബോംബുകളിട്ട് തീ കൊളുത്തി നിസ്സഹായയായ ഒരു ജനതയെ കൊന്നൊടുക്കുന്ന നേരത്ത് ബെഞ്ചമിൻ നെതന്യാഹു വിജയം അവസാനത്തെ വിജയമല്ല. അവസാനം പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പരിണിത ഫലം എന്താ? പാണ്ഡവര് ജയിച്ചു, കൗരവര് തോറ്റു. പക്ഷേ ജയനത്തിന് ശേഷം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ കാലിൽ വേടന്റെ അമ്പേറ്റിട്ടാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. പാഞ്ചാലിയുമായി പോകുന്ന വഴിയിലാണ്, ശ്രീകൃഷ്ണന്റെ ഭാര്യയുമായി പോകുന്ന വഴിയിലാണ് അർജുനൻ കൊള്ളയടിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ വർഗമായിരുന്ന യദുവംശം മദ്യവും മദിരാക്ഷിയിലും പരസ്പരം കലാപം ചെയ്ത് അവസാനം കടലിൽ മുങ്ങിച്ചെത്തു. ആ കുലം തന്നെ പോയി. ബനു ഇസ്രായേൽ അവസാനിക്കും ഇവിടെ. ബനു ഇസ്രായേൽ എന്ന വഞ്ചകരുടെ സത്യം. ഇവരെ കൊലയും കൊല്ലയും യാതൊരുവിധ തത്വദീക്ഷയുമില്ലാതെ ഇപ്പോൾ തുടങ്ങിയതല്ല. അവർ കാലങ്ങൾ മുതലേ പ്രവാചകന്മാരുടെ കഴുത്തറത്തവരാണ്. യാതൊരുവിധ ന്യായമില്ലാതെ ജയത്തിനൊക്കെ അപ്പുറം അവസാനം ഒരു നാമാവശേഷമായ ദ്വാരക പിന്നീട് കടലിൽ മുങ്ങിപ്പോയി എന്നാണ് ഈ മൗസല പുരാണം പറയുന്നത്. അതുകൊണ്ട് വിജയം ഒരവസാനമല്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുക. കാലം തേടുന്ന പ്രവാചകൻ. അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഒരു സമൂഹത്തിന്റെ കണ്ണുനീരും അവരുടെ സ്വത്തും അവരുടെ രക്തവും കൊല ചെയ്ത് നേടുന്ന വിജയം അന്തിമമല്ല എന്ന് ലോക ചരിത്രത്തെ പഠിപ്പിക്കാനാണ് മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാലിൽ കീഴിൽ വന്നു. മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാൽ കീഴിൽ വന്നു. എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങി. മക്കാമ ഇബ്രാഹിമിന്റെ പുറകിൽ 2 റക്അത്ത് നിസ്കരിച്ച് വിനീത വിധേയരായി വിഡ്ഢിത്തത്തോടെ നിൽക്കുന്നവരോട് പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്. തല കൊയ്യാനല്ല. അതിൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയവരുണ്ട്, എതിർപ്പ് പറഞ്ഞവരുണ്ട്.
എന്താണ് ജനാധിപത്യം? അംബേദ്കറോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജനാധിപത്യം. അംബേദ്കർ പറഞ്ഞ മറുപടി ഭൂരിപക്ഷത്തോട് വ്യത്യസ്തനാവാൻ കഴിയുകയും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കാതിരിക്കുകയും ചെയ്യപ്പെടുക എന്നതാണ് ജനാധിപത്യം. മനോഹരമാണ്. നമുക്ക് കേൾക്കേണ്ട വാക്ക്. ഇവിടെ ഭൂരിപക്ഷ ഹിതമാണല്ലോ, ഭൂരിപക്ഷം പറയുന്നത് അനുസരിച്ചാൽ മതി. അംബേദ്കർ പറയുന്നുണ്ട് ഭൂരിപക്ഷത്തോട് വിയോജിക്കാൻ കഴിയുകയും ആ വിയോജിപ്പിന്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കഅബ് ബിൻ സുഹൈർ പ്രവാചകന്റെ പ്രതിയോഗിയാണ്. വിയോജിച്ചു, പാട്ടെഴുതി, പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി. കൽത്തുറുങ്കുകളോ കൈവിലങ്ങുകളോ കഅബ് ബിൻ സുഹൈറിനെ തേടിപ്പോയില്ല. കഅബ് ബിൻ സുഹൈർ മുമ്പിൽ വന്നു, പ്രവാചകരോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് വിയോജിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങേ പ്രകീർത്തിച്ചിട്ടില്ല, ഞാൻ അങ്ങയുടെ മാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രതിയോഗി മുമ്പിൽ വന്ന് നിന്നപ്പോ കഴുത്തറത്തിട്ട് കുന്തത്തിന് തൂക്കുകയല്ല, കൽത്തുറുങ്ങുകളിൽ അടക്കുകയല്ല, തന്റെ ശരീരത്തിൽ കിടന്ന മേൽമുണ്ടെടുത്ത് കഅബ് ബിൻ സുഹൈറിന്റെ കഴുത്തിലേക്കിട്ട് കേറി വരൂ, വിയോജിക്കുക, വിയോജിപ്പിന്റെ മേൽ ആക്രമിക്കപ്പെടാതിരിക്കുക എന്ന ജനാധിപത്യത്തെ മനോഹരമായി ലോകത്ത് നടപ്പാക്കി കൊടുത്തൊരു പ്രവാചകന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ് ബിൻ സുഹൈറിനെ കൊന്നില്ല, ഇക്രിമയെ കൊന്നില്ല. തന്റെ ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ആ ഇക്രിമ ഹബീബായ നബി തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ പ്രാണനം കൊണ്ട് ഓടുന്നുണ്ട്. ഇന്ന് നമ്മുടെ സാഹിത്യകാരന്മാരും പലരും ഒക്കെ ഓടി രക്ഷപ്പെടുന്നത് പോലെ ആ ഓടുന്ന ഇക്രിമയോട് പറയുന്നുണ്ട്, തിരിച്ചു വന്നോളൂ. ഭാര്യ വന്ന് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് നിങ്ങളെ പേടിച്ച് നിങ്ങൾ പ്രതികാരം നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കണം. ആ വിധവയാകാൻ പോകുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ട് മാപ്പ് കൊടുത്ത് ഇക്രിമ വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് എതിരാളികൾ, ജന്മനാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചവർ, തന്റെ ബിലാലിനെ മലത്തിക്കടത്ത് പീഡിപ്പിച്ചവർ, തന്റെ മകളുടെ മരണത്തിന് കാരണമായവർ, എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ അവിടെ നിങ്ങൾ കൗരവരെയും പാണ്ഡവരെയുമല്ല, കാലത്തിന്റെ വിളംബരം ലോകത്ത് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞത്, ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാഉ, നിങ്ങൾക്ക് മരണമില്ല, പ്രതികാരമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാഉ, നിരുപാധികം നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു എന്നാണ്. ഏത് ജയത്തിന്റെ പുറകിലും പരിണിത ഫലം പരാജയമാകുമെന്ന് വിജയിച്ചവന്റെ തോളിൽ ചവിട്ടിയിട്ടല്ല, പരാജയപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ലോകത്തിലെ ഏത് ചരിത്രവും മുമ്പോട്ട് പോയിട്ടുള്ളത്. ഒരാൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടാത്ത മനുഷ്യൻ എന്ന പ്രഥമമായ പരിഗണന കിട്ടുന്ന ഒരു കാലത്തെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. ആ ചെയ്യുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൃക്സാക്ഷിയുടെ വിവരണമുണ്ട്. ആ ദൃക്സാക്ഷിയാണ് സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ. ഇന്ന് ലോകത്തടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യകുലത്തിന്റെയും നേതാവായ ബിലാൽ. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ, ഭാഷയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ, അറബികളായതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവർ, എല്ലാവരുടെയും വലിയൊരു നേതാവായി ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാരതന്ത്രമേതാണ്? ഇന്ത്യയുടെ 150 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുമ്പോ അവിടെ ചോദ്യം വരുന്നുണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയതാണോ സ്വാതന്ത്ര്യം, അതല്ല 1000 ആണ്ട് വർഷമായി അടിച്ചമർത്തപ്പെട്ട സവർണന്മാരിൽ നിന്ന് അവർണന്മാര് നേടിയതാണോ സ്വാതന്ത്ര്യം? ഏതാ സ്വാതന്ത്ര്യം? കാലിഫോർണിയ സർവകലാശാലയിൽ ഇരിക്കുന്ന ഡോക്ടർ അംബേദ്കറിനെ കാണാൻ ലാലാ ലജ്പത് റായ് പോയിട്ട് അംബേദ്കറോട് പറയുന്നുണ്ട്, മിസ്റ്റർ അംബേദ്കർ, നിങ്ങളുടെ സാന്നിധ്യം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് സ്വാതന്ത്ര്യം നേടാൻ അംബേദ്കറിനെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ലാലാ ലജ്പത് റായ് ക്ഷണിക്കുമ്പോ അംബേദ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെയല്ലേ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വന്നതാണോ? 150 വർഷം ബ്രിട്ടീഷുകാരന്റെ കീഴിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചുവല്ലേ? എന്റെ വർഗം, കീഴാളരായ ദളിതന്മാർ 1000 ആണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കൊരു വേദനയല്ല. അവരുടെ പാരതന്ത്ര്യം നിങ്ങൾക്കൊരു പാരതന്ത്രമല്ല.
നിങ്ങൾക്കിപ്പോൾ 150 വർഷമായെങ്കിൽ വേദനിക്കുന്നെങ്കിൽ 1000 വർഷമായി ജാതിയുടെ പേരിൽ, നിറം കറുത്തതിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ എന്റെ സമൂഹം അനുഭവിക്കുന്ന ഒരു പാരതന്ത്ര്യത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് നടന്ന എത്ര പണിമുടക്ക് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്? എത്ര പണിമുടക്ക് CITU-ന്റെ, STU-ന്റെ, INTUC-യുടെ ധാരാളം പണിമുടക്ക് നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്കിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ പണിമുടക്ക് സമരം വെളിപ്പാടകലെ വെങ്ങാനൂരാണ് തുടങ്ങിയത്. എന്തിനായിരുന്നു പണിമുടക്കെന്നറിയോ? കൂലി കൂട്ടാനല്ല, അവധി കുറയ്ക്കാനല്ല, ശമ്പള വേതനത്തിനല്ല. ഒരു ദളിത് പെൺകുട്ടിക്ക് സ്കൂളിൽ പോയി വിദ്യ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് വെങ്ങാനൂർ തുടങ്ങിയത് എന്ന് ചരിത്ര സത്യത്തെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ കാലം അത്രമേൽ ഭീകരമായിരുന്നു. അന്നാണ് കുമാരനാശാൻ കവിത എഴുതിയത്. കരയുന്നതെന്തിന് ഭാരതതരെ, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമല്ലേ തായെ. എന്തിനാണ് ഭാരതമേ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ എടുത്തിട്ട് കുമാരനാശാൻ എന്ന് എഴുതുകയാണ്, കരയുന്നതെന്തിന് ഭാരതതരെ, പാരതന്ത്ര്യം വിധികൽപ്പിതമല്ലോ തായെ. എന്റെ അമ്മേ ഭാരതാംബേ, ഈ പാരതാന്ത്രം നിനക്ക് വിധികൽപ്പിക്കപ്പെട്ടതാണ്. ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിലടിക്കുമ്പോൾ അത് കണ്ടിട്ടല്ലേ നീ കരയേണ്ടത്? ബ്രിട്ടീഷുകാരനെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് വള്ളത്തോൾ അതിന് മറുപടി എഴുതുന്നുണ്ട്. ആ കവിതയുടെ പേര് തന്നെ ഒരു മറുപടി. അതിൽ വള്ളത്തോൾ പറയുന്നുണ്ട്, സോദരർ തമ്മിലുള്ള കലഹമാണോ, അതുള്ളിലെ ചെറിയ പിണക്കങ്ങളല്ലേ? വള്ളത്തോൾ അങ്ങനെ പറയാം. കാരണം വള്ളത്തോൾ നാരായണൻ മേനോനാണ്. മേനോനത് പറയാം. മേനോൻ അടിച്ചവനാണ്. കുമാരനാശാൻ അടി കൊണ്ടവനാണ്. ഈ കുടുംബത്തിലെ കലഹത്തിൽ അടികൊള്ളുമ്പോ അടിച്ചവന് നോവില്ല, പക്ഷെ അടികൊണ്ടവന് നോവും. അതുകൊണ്ട് വള്ളത്തോളിന് പറയാം ഇത് കലഹമാണെന്ന്, പക്ഷെ കുമാരനാശാന് പറയാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ അത്രമേൽ ജാതിയുടെ മേൽക്കൊയ്മ, ഉപ്പെന്ന് പറയാൻ കഴിയാത്തവർ, അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവകാശം നിഷേധിക്കപ്പെട്ടവർ, പതുകലിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. പകൽ റോഡിലൂടെ നടന്നു പോയാൽ സൂര്യന്റെ ചൂടേറ്റിട്ട് സൂര്യപ്രകാശത്തിൽ തണൽ വരുന്നത് കൊണ്ട് ആ തണൽ ഒരു മേൽജാതിക്കാരന്റെ ശരീരത്തിൽ വന്നാൽ അതവന് വലിയ പ്രശ്നമാകുന്നത് കൊണ്ട് പകൽ വെളിച്ചത്തിൽ വെളിയിലിറങ്ങാൻ കഴിയാതെ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന ഈ കേരളത്തിലെ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയുണ്ട്. കല്ലറ സുകുമാരനുണ്ട്. സ്വന്തം അമ്മ മരിച്ചുപോയ അമ്മയുടെ മൃതദേഹം കുഴിച്ചിടാൻ അരത്തുണ്ട് ഭൂമിയില്ലാതെ താൻ വർഷങ്ങളായി ജോലി ചെയ്യുന്ന യജമാനന്റെ മുമ്പിൽ പോയി അമ്മയുടെ മൃതദേഹം കയ്യിൽ പിടിച്ചിട്ട് അമ്മയുടെ ശരീരം കുഴിച്ചിടാൻ 6 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിൽ കിടക്കുന്ന നായ അഴിച്ചുവിട്ട് തന്റെ അമ്മയുടെ തണുത്തുറഞ്ഞ മൃതശരീരം കടിച്ചു നീറാൻ വേട്ടനായ്ക്കൾ പാഞ്ഞു വരുമ്പോ ആ സമയത്ത് അമ്മയുടെ ശരീരവും കയ്യിൽ പിടിച്ചോടി സ്വന്തം അമ്മയുടെ മൃതശരീരം കുരിച്ചിടാൻ അരസന്റെ ഭൂമിയില്ലാതെ വേമ്പനാട്ട് കായലിലേക്ക് കല്ല് കെട്ടി വലിച്ചെറിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്കൊരു ഒരു പിടി മണ്ണ് വേണം, എനിക്കിന്നൊരു പിടി മണ്ണ് വേണം, എന്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാനെന്ന് മണ്ണ് എന്ന കവിത എഴുതിയ കല്ലറ സുകുമാരൻ ജീവിച്ചിരുന്നത് അത്ര അകലെയൊന്നുമല്ല. ആ കാലത്താണ് ബിലാൽ തന്റെ കഥ പറയുന്നത്. ഞാനൊരു പ്രവാചകനെ കണ്ടു. മക്കാ ഖുറൈശികളെ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ പാതിരാ സമയത്ത് അവരവിടെ ഇരുന്ന് ലലനാമണികളായ പെൺകുട്ടികളുടെ കൂടെ ആടിയും പാടിയും രസിച്ചും അവര് കഴിയുമ്പോ അവരുടെ ഒട്ടകത്തിന്റെ ചുട്ടെടുത്ത ഇറച്ചി കൊണ്ടുപോയി വിളമ്പി കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കും, മദ്യം വിളമ്പാൻ എന്നെ ഏൽപ്പിക്കും. ഞാൻ കറുത്തവനാണ്, ആഫ്രിക്കക്കാരനാണ്, ഹബിഷിയാണ്, മേൽവിലാസമില്ലാത്തവനാണ്, അടിമയാണ്, ആരോരുമില്ലാത്തവനാണ്, എനിക്ക് വേണ്ടി കരയാൻ ഒരു തുള്ളി കണ്ണുനീർ എനിക്ക് പുറത്തില്ലാത്തവനാണ്. ഞാൻ അവർക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുക്കുമ്പോ ക്രൂരമായ വിനോദം പോലെ ചാട്ടവാറ് കൊണ്ടവരെന്റെ നഗ്ന ശരീരത്തിൽ ആഞ്ഞടിക്കും. ഞാൻ എന്ന് പുളയുമ്പോൾ ആ പുളച്ചിലിന്റെ ശബ്ദം കേട്ടവർ ആർത്തു വിളിക്കും. അങ്ങനെ പാതിരാവരെ നീണ്ടുന്ന സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിലെ ഉന്മാദ നൃത്തം കഴിഞ്ഞ് അവരെല്ലാവരും തളർന്നു കടന്ന് പെണ്ണിനെയും കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോ ഞാൻ മെല്ലെ എഴുന്നേക്കും. വിശന്നിട്ട് എനിക്ക് കണ്ണു കാണില്ല. ഒരൽപ്പം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി
അവർ കടിച്ചു തുപ്പിയ അവശിഷ്ടം അന്വേഷിച്ച് ഞാൻ അവരുടെ കുതിരലായത്തിന്റെ പുറകിലൂടെ പോകുമ്പോൾ ഞാനെങ്ങാനും കഴിച്ചാലോ, ഞങ്ങൾ കഴിച്ചത് അടിമ കഴിച്ചാലോ എന്ന് വിചാരിച്ച് അവരാ ഒട്ടകത്തിന്റെ ഇറച്ചിയുടെ അവശിഷ്ടത്തിലേക്ക് ഒട്ടകത്തിന്റെ ചാണകം വാരിയിട്ടിട്ടാണ് അവർ കിടന്നുറങ്ങിയത്. എന്നാലും അവൻ കഴിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ എത്ര രാത്രി ഞാൻ ആ ഒട്ടകത്തിന്റെ ചാണകം വലിച്ചു നിന്ന് എന്റെ വിശപ്പടക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ഒട്ടകത്തിന്റെ ചാണകമായിരുന്നു എന്റെ ഭക്ഷണം. ആടിമത്തത്തിൽ കഴിയുമ്പോഴാണ് ആരോ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം എല്ലാ അടിമത്ത ചങ്ങലയും പൊട്ടിച്ചെറിയാൻ വന്നതാണെന്ന് എന്നോട് ആരോ പറഞ്ഞപ്പോ ഞാൻ ആ പ്രവാചകനെ കാണാൻ പോയി. കൈബാലയത്തിന്റെ മുറ്റത്തുണ്ടെന്ന് ആരോ പറഞ്ഞു. ഞാൻ ആ കൈബാലയത്തിന്റെ മുറ്റത്തേക്ക് എന്റെ പ്രവാചകനെ കാണാൻ ഇവിടെ എത്തുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മാരിവില്ല് പ്രതീക്ഷിച്ചു പോകുന്ന ഞാൻ ആ കൈബാലയത്തിന്റെ കൊച്ചുഭാഗത്തൊരു പ്രവാചകനെ ഞാൻ കണ്ടു. കണ്ട മാത്രയിൽ എന്റെ കാലുകൾക്ക് ചങ്ങലക്കെട്ടിട്ടതുപോലെ ഞാൻ നിന്നുപോയി. കാരണം എന്റെ പ്രതീക്ഷക്കപ്പുറം മന്ദമാരുതൻ ആടി വീശുമ്പോ അതിന്റെ മറുഭാഗത്തിലൂടെ ആ കാറ്റിന്റെ സിരകളിലൂടെ വരുന്ന ഒരു മാരുവിൽ ആകാശത്ത് ഉദിച്ചതുപോലെ ചുവപ്പ് കലർന്ന വെളുപ്പ് മുഖം, എത്ര കുലീനത്വമാണ്, എത്ര മഹത്തായ ഭാവമാണ്. ആ മുഖത്തേക്ക് നോക്കി അമ്പിളിത്തിങ്കൾ കലയുടെ പ്രസന്ന വദനത്തെ നേരിടാൻ കഴിയാതെ എന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞുപോയി. ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ ഒരു മഹാമനുഷ്യന്റെ അടുത്താണോ ഞാൻ പോകാൻ പോകുന്നത്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? ഞാൻ അടുത്ത് കണ്ട ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ മെല്ലെ ഒളിച്ചു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുന്നുണ്ട്. ഞാൻ നേരിടാൻ കഴിയാതെ സങ്കോചം കാരണത്താൽ ആ സമയത്ത് ഞാൻ ഉടുത്തിരിക്കുന്നത് ഒട്ടകത്തിന് കൊണ്ടുവന്നു കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന ചാക്ക്, അത് പല സ്ഥലത്ത് കീറിപ്പോയിട്ടുണ്ട്. ആ ചാക്ക് തുന്നിക്കെട്ടിയിട്ട് ഞാൻ എന്റെ മാറുമാത്രം എന്റെ ശരീരത്തിന് അർദ്ധഭാഗം മറച്ചിട്ടുണ്ട്. കീറിക്കെട്ടിയ ഒരു ചാക്കും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് പോവുക? ഹബീബ് തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോ ആ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ഞാൻ ഈത്തപ്പനമരത്തിന്റെ ചുവട്ടിലേക്ക് മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ കൊച്ചുകുട്ടികൾ നോക്കുന്നത് പോലെ, ഒളിച്ചുകളി മത്സരത്തിൽ നോക്കുന്നത് പോലെ ഞാൻ ഈ തപ്പന മരത്തിന്റെ സൈഡിൽ നിന്ന് മെല്ലെ ഒന്ന് തലയിട്ട് നോക്കിയപ്പോൾ ഹബീബ് അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കി ഒരു ചെറിയ മന്ദഹാസത്തോടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വിരലുകൾ ഇങ്ങനെ ആട്ടി, ഇവിടേക്ക് വരൂ. അവിശ്വസനീയമാം വിധം ആ താരാട്ട് പാടുന്നത് പോലെ ആ സ്നേഹത്തിന്റെ കൈവിരലുകൾ എന്നെ മാടി വിളിച്ചപ്പോ ഞാൻ യാന്ത്രികതയോടെ നടന്നു. എന്നിലാണെങ്കിലോ ഒട്ടകത്തിന്റെ ദുർഗന്ധമുണ്ട്, ചാണകത്തിന്റെ ദുർഗന്ധമുണ്ട്, കീറിപ്പറിഞ്ഞ ചാക്കാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഞാൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോയപ്പോ അടുത്തെത്തിയതും ദുർഗന്ധ കാരണത്താൽ ഞാൻ അകന്നു നിന്നു. നേരെ ആ റിസാലത്തിന്റെ കൈകളെടുത്ത് എന്റെ തോളിലേക്ക് വെച്ച് ലോകചരിത്രത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രവാചകൻ തോളിലേക്ക് കൈയെടുത്ത് എന്നെ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ, എന്നിട്ട് എന്നെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തു. എന്നോട് ചോദിച്ചു, അതാ ബിലാൽ, നിങ്ങൾ ബിലാലാണല്ലേ, ആഫ്രിക്കക്കാരനാണല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു എന്നോട് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ പേര് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഒരാൾ പേര് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് മുലപ്പാല് തന്ന ഉമ്മയ്ക്ക് ശേഷം മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വെക്കുന്നത്. ആദ്യമായിട്ട് എന്നോട് സന്തോഷത്തോടെ മുഖത്ത് നോക്കി ഒരാൾ ചിന്തിക്കുന്നത്. എന്തിനപ്പുറം ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്ന പരിഗണന എനിക്ക് ലഭിക്കുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ആ ചേർത്ത് നിൽപ്പിന്റെ, ആ കീഴ്പ്പെടലിനെ, ഒരിക്കലും സാധ്യമാവില്ലെന്ന് കരുതുന്ന ഒന്നിനെ സാധ്യമാക്കി കൊടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹിതമായ ചേർത്തുവെപ്പിനെയാണ് കാലം ലോകത്ത് തേടുന്നത്. ചേർത്തു വെക്കാൻ കഴിയുക, കീഴ്പ്പെടുത്താൻ കഴിയലല്ല, കീഴ്പ്പെടുത്താൻ കഴിയലല്ല. ലോകത്തോട് പറഞ്ഞ, സമകാലീന ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കീഴ്പ്പെടുത്തലല്ല. ആ കീഴ്പ്പെടുത്തിയ ഒരാളും ലോകത്ത് ജയിച്ചിട്ടില്ല. വിജയിച്ച എല്ലാവരും ലോകത്ത് വിജയിച്ചിട്ടില്ല.